എഴുതുന്ന ആള് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് എഴുതുന്നുണ്ടായിരിക്കും. വായിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഓരോ ഇമാജിനേഷൻ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ കണ്ട പ്രണയവേരുകളായിരിക്കില്ല അർഷാദ് എഴുതുമ്പോഴുള്ള പ്രണയവേരുകൾ, അതായിരിക്കില്ല മറ്റൊരാൾ വായിക്കുമ്പോൾ. അപ്പൊ ഓരോരുത്തരുടെ മനസ്സിലും ഈ കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള എഴുത്തുകൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു സിനിമാ രൂപത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊരു സിനിമയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആവുകയാണെങ്കിൽ ഇതിൽ ഏതൊരു കഥാപാത്രത്തെ കാണാനാണ് കൂടുതലായിട്ട് ആഗ്രഹം? അതിപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങളെ പല രീതികളിൽ കാണാം എന്നുള്ളത് നമ്മുടെ ഒരാഗ്രഹമാണ്. അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. പല രീതികളിൽ ഷോർട്ട് ഫിലിം ആവട്ടെ, അതല്ലെങ്കിൽ KI ഒക്കെ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തു തന്നു. വളരെ മനോഹരമായിട്ട് ആ ഇന്ദിരാനഗർ അപ്പാർട്ട്മെൻറ്റിലൂടെ ഗോകുലും ശ്രേയയും നടക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ രാജേശ്വർ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. ആ അപ്പാർട്ട്മെൻറ്റിലൂടെ അവർ കയറി നിൽക്കുന്ന ഒരു AI ഒരു ഫിലിം പോലത്തെ ഒരു എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. അത്രയും അപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മളിങ്ങനെ മറ്റേതിങ്ങനെ നമ്മുടെ മനസ്സിലൂടെ പോണത്, ഇത് മറ്റൊരു വിഷ്വലൈസ് ആയിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്, യാഥാർത്ഥ്യം പോലെ കാണുകയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകമായ ഭംഗി ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് കഥാപാത്രത്തെ കാണാനാണ് കൂടുതൽ ഗോകുലിനെ കാണാനാണ്. ഗോകുൽ. ശ്രേയ അല്ല, രാജേഷ് അല്ല, ഗോകുലാണ്. ഗോകുലിനെ കാണണം.